ഒരു സൂറത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ ഓതി നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യങ്ങൾ കൊണ്ടുതരും. മാത്രമല്ല, ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ അർഹമർ റഹീമായ റബ്ബ് ദാരിദ്ര്യം എന്ന് പറഞ്ഞ ഒരു സാധനം ഈ സൂറത്ത് ഓതുന്നവർക്ക് അല്ലാഹു നൽകുകയില്ല. പടച്ചവൻ അവരുടെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകുന്നതാണ്. ഒരുപാട് ഐശ്വര്യങ്ങൾ ഉള്ള ഒരു സൂറത്താണ്. ഒരുപാട് പേര് നമ്മളോട് പല പ്രയാസങ്ങൾ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ഒന്ന് ഓതി നോക്ക്. എണ്ണമില്ലാത്ത പ്രതിഫലങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. നോക്കാം നമുക്ക് ഈ സൂറത്ത് എപ്പോഴും ഓതേണ്ടിയുള്ളത്. സൂറത്ത് ഏതാണ്? മഹത്തുക്കൾ ഇതിന്റെ മഹത്വം പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മളൊക്കെ കടന്നു പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ അവസാനത്തെ പത്തിലാണ്, ലൈലത്തുൽ ഖദ്റിന്റെ രാവുകളാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകപ്പെടുന്ന രാവുകളാണ്. ആ രാവുകളിലൊക്കെ ഈ സൂറത്ത് നമ്മൾ ഓതി വന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ഒറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കണേ. ലൈലത്തുൽ ഖദ്റാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും, അയാളുടെ ജീവിതം രക്ഷപ്പെടും. അപ്പോൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഈ സൂറത്ത് നോമ്പ് തുറന്നതിന് ശേഷം ഒറ്റവട്ടം ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരികയില്ല, സമ്പത്ത് നമ്മെ തേടിയെത്തുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുന്നേയുള്ള സമയം നമ്മളെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്ന സമയമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം അല്ലാഹു ദുആക്ക് ഉത്തരം നൽകുന്ന സമയമാണ്. ഈ പോരിശയാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്റിനെ നമുക്ക് അനുകൂലമായി അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അനുകൂലമായി നൽകണേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ എന്ന അനുഭൂതി ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുവരുന്ന ഒന്നാണ്. ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുചരന്മാരോട് ബനൂ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഒരു മഹാനെ പരിചയപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ് സഹാബത്തിന്. ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരായുധം പോലും ഇല്ലാതെ ഒരു ഒട്ടകത്തിന്റെ എല്ല് കഷ്ണവുമായി ഒരു മനുഷ്യൻ ഇറങ്ങി തിരിച്ചു എത്ര വർഷമെന്നറിയട്ടെ? 80 വർഷം, അതായത് 1000 മാസം എല്ല് കഷ്ണം തോളിൽ നിന്ന് ഇറക്കി വെച്ചിട്ടില്ല അദ്ദേഹം. അത്ര കണ്ട് വലിയ പോരാട്ടമായിരുന്നു അല്ലാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം അത്ര വലിയ പോരാട്ടമായിരുന്നു. സഹാബാക്കൾ ചോദിച്ചു, ആ മഹാന്റെ പേരെന്താണ് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ശമൂൻ എന്നാണ് ആ മനുഷ്യന്റെ പേര്. ശത്രുക്കൾ വരെ മുഷിഞ്ഞു പോകുന്നു, അത്രത്തോളം അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടി. അദ്ദേഹത്തിന്റെ കുതിരയുടെ കിതപ്പ് തീർന്നിട്ടില്ല, ശത്രുക്കൾ പരാജയത്തിലാണ്. എന്നാലും ശത്രുക്കളുടെ മാനം തിരിച്ചു പിടിക്കാൻ ശത്രുക്കൾ തന്ത്രങ്ങൾ മെനയുകയാണ്. അവസാനം അവർ തീരുമാനിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശക്തി കുറയാൻ വല്ല മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കാൻ. അങ്ങനെ ശത്രുക്കൾ ഒരു കുട്ട നിറയെ സ്വർണവുമായി അല്ലാഹുവിനെ ഭയമില്ലാത്ത, പടച്ചവനെ ഭയക്കാത്ത ആ സ്ത്രീയുടെ അടുക്കൽ ചെന്നപ്പോൾ ആ ഭർത്താവിന് ഒറ്റിക്ക് കൊടുക്കാൻ, ആ ഭർത്താവിനെ ചതിക്കാൻ, ആ ഭർത്താവിനെ വഞ്ചിക്കാൻ അല്ലാഹുവിനെ പേടിയില്ലാത്ത ആ വൃത്തികെട്ട സ്ത്രീ തയ്യാറാവുകയാണ്. സ്വർണ്ണ നാണയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഇന്ന് എന്റെ ഭർത്താവിനെ കെട്ടിയിടാം, അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഭർത്താവ് രാത്രി ഉറങ്ങിയപ്പോൾ ആ സ്ത്രീ ആ മഹാനവറുകളെ കയറുകൊണ്ട് വലിഞ്ഞു മുറുക്കി കെട്ടുകയാണ്. മഹാനുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് കുടഞ്ഞപ്പോഴേക്കും കയറ് പൊട്ടി. മഹാൻ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ശക്തി ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. ശത്രുക്കളോട് അവൾ പറയുകയാണ്, കയറ് കൊണ്ട് മുറുകെ കെട്ടിയാൽ നശിച്ചു പോകുന്നതല്ല എന്റെ ഭർത്താവിന്റെ ആരോഗ്യം. പിറ്റേന്ന് ആ ശത്രുക്കൾ വലിയ ചങ്ങല കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആ പെണ്ണ് രാത്രി മഹാനവറുകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കുമ്പോൾ മഹാനവറുകൾ കയറ് പൊട്ടിച്ചതിനേക്കാൾ വേഗത്തിൽ ചങ്ങല പൊട്ടിച്ചു. ആ പെണ്ണ് ആകെ കുഴപ്പത്തിലായി. സ്വർണം സ്വീകരിച്ചു, പക്ഷേ അദ്ദേഹത്തെ തറയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ സമയം ശത്രുക്കളിടയിലേക്ക് ശപിക്കപ്പെട്ട പിശാച് വന്നിട്ട് പറയുകയാണ്, എന്തുകൊണ്ട് ബന്ധിച്ചാലാണ് ആ മനുഷ്യനെ തറയ്ക്കാൻ പറ്റുക എന്ന് ആ പെണ്ണ് തന്നെ ഭർത്താവിനോട്
അവരോട് ചോദിക്കട്ടെ എന്ന് ഇബ്ലീസ് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ പെണ്ണ് മഹാനായ ശമൂൽ മഹാനവറുകളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ശക്തിയെ തളച്ചിടാൻ എനിക്ക് വല്ലാത്ത മോഹം. സ്നേഹവതിയായ ആ പെണ്ണിന്റെ കുസൃതി ചോദ്യമെന്ന് കരുതി ആ മനുഷ്യൻ പറയുകയാണ്, എന്റെ തലയിൽ ഞാൻ നീട്ടി വളർത്തിയ 8 രോമങ്ങളുണ്ട്. യുദ്ധത്തിന്റെ കെടുതിയിൽ അത് വെട്ടിക്കളയാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. ഈ 8 രോമങ്ങൾ കൊണ്ട് നീ എന്റെ കൈകാലുകൾ ബന്ധിച്ചാൽ എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് അനങ്ങാൻ കഴിയുകയില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആ പെണ്ണ് അന്നത്തെ രാത്രി ആ 8 രോമങ്ങൾ കൊണ്ട് മഹാനവറുകളുടെ കൈകാലുകൾ ആ പെണ്ണ് ബന്ധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ പെണ്ണ് മഹാനവറുകളെ ശത്രുക്കളിലേക്ക് കൈമാറുകയാണ്. ശത്രുക്കൾ അറവശാലയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ട് മഹാനവറുകളുടെ 2 ചുണ്ടും അവർ അറുത്തെടുത്തു. രക്തം വാർന്നൊലിക്കുന്ന മഹാന്റെ 2 ചെവിയും മുറിച്ചെടുത്തു. ആ സമയം മഹാനവറുകൾ അല്ലാഹുവിനോട് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ ഖാലിഖായ അല്ലാഹ്, ഞാൻ ഇല്ലാതാകുന്നതോടുകൂടി റബ്ബേ നിന്റെ ദീൻ ഇല്ലാതാവുകയാണ്. ഞാൻ പരാജയപ്പെട്ടാൽ അല്ലാഹുവേ ഞാൻ പരാജയപ്പെട്ടാൽ നിന്നെ പരിചയപ്പെടുത്താൻ പടച്ചവനെ ഈ ഭൂമിയിൽ വേറെ ആളില്ല. അല്ലാഹ്, നീ എന്ന് മനസ്സ് വെച്ചാൽ ഈ അറവശാലയെ ഒറ്റയ്ക്ക് കുലുക്കി താഴേക്കിടാൻ നിനക്ക് കഴിയും റബ്ബേ. ഒരാളും രക്ഷപ്പെടാതെ ഞാൻ മാത്രം പുറത്ത് കടക്കേണ്ടിയിരിക്കുന്നു അല്ലാഹ് എന്ന് ദുആ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അല്ലാഹു ആരോഗ്യം നൽകുകയും അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കുകയാണ്. അദ്ദേഹത്തെ ബന്ധിച്ച മുടിരോമം അഴിഞ്ഞു മാറുകയാണ്. കെട്ടുകൾ അഴിഞ്ഞു മാറുന്നു. തൂണുകൾ കുലുങ്ങി അറവശാല താഴേക്ക് തകർന്ന ശത്രുക്കളുടെ മുകളിലേക്ക് വീണു. അവർ മുഴുവനും മരിക്കുകയാണ്. ഈ സംഭവം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ സഹാബാക്കൾ ആശ്ചര്യത്തോടെ ആവേശത്തോടെ കേട്ടിരിക്കുകയാണ്. ഈ സമയമാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇതല്ല അത്ഭുതം യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുന്നത് അത്ഭുതകരമായ ഒരു വാർത്ത നൽകാനാണ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ കേട്ടിരിക്കുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് ഓതി കൊടുക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സൂറത്തിനെ ഓതി കൊടുത്തിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, 80 വർഷം ആ മനുഷ്യൻ ജിഹാദ് ചെയ്തില്ല നബിയേ, അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു രാത്രിയുണ്ട്. ആ രാത്രി ലൈലത്തുൽ ഖദ്റാണ് നബിയേ. ആ രാത്രി ഹയാത്താക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 80 വർഷം അഥവാ 1000 മാസം അല്ലാഹുവിന് ഇബാദത്ത് നൽകിയ കൂലി ഒറ്റ രാത്രി കൊണ്ട് അല്ലാഹു നൽകുന്നതാണ്. 80 വർഷം ജിഹാദ് ചെയ്ത ഈ അമലിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വലിയ അമലുണ്ട്. പരിശുദ്ധമായ ഒരു രാത്രി കൊണ്ട് അങ്ങയും അങ്ങയുടെ ഉമ്മത്തിനും ഒരു പരിശുദ്ധമായ രാത്രി വന്നിരിക്കുന്ന നബിയെ, അത് ഒരു അനർഘ സുദിനമായ ഒരു രാത്രിയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ആ ലൈലത്തുൽ ഖദ്ർ അഥവാ 1000 മാസങ്ങളെക്കാൾ അമൽ ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു രാത്രിയാണ്. ആ രാവ് കരസ്ഥമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മോമിനികളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം, നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം, അതായത് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് തറാവീഹ് നമസ്കരിക്കുന്നതിന് മുമ്പേ നമുക്ക് ദാരിദ്ര്യം വരാതിരിക്കാനും സമ്പത്ത് വർദ്ധിക്കാനും കടമിടാനും നമ്മുടെ ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനും ഈ ഒരു സൂറത്ത് നിങ്ങൾ ഒരു വട്ടം ഓതി നോക്ക്. കാരണം നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകുന്നത് നല്ല നല്ല ദിനങ്ങളാണ്. ഇത് റമദാനിൽ മാത്രമല്ല, മഗ്രിബിന് ശേഷവും എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ഓതി വരിക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരികയില്ല. കാരണം ഇത് ദാരിദ്ര്യം വരാ
വരാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു സൂറത്താണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ രാത്രിയിലും ഒരാൾ ഈ സൂറത്ത് പതിവാക്കിയാൽ, അഥവാ സൂറത്തുൽ വാഖിയയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അവര് ദാരിദ്ര്യം വരികയില്ലെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മാത്രമല്ല മഹാനവറുകളുടെ മക്കളെ മഹാനവറുകൾ ഈ സൂറത്തിൽ വാക്യ പഠിപ്പിച്ചു കൊടുക്കുകയും എന്റെ മക്കൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം വരികയില്ലെന്ന് മഹാനവറുകൾ പറയുകയും ചെയ്ത്, അത്ര മഹത്തായ ഒരു സൂറത്താണ്. നിങ്ങൾ വളർന്നു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഓതാത്തവരുണ്ടെങ്കിൽ, ഈ റമദാനിന് നല്ല ലൈലത്തുൽ ഖദറിന്റെ രാവുകൾ ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ രാവുകളാണ്. ആ രാവുകൾ നമ്മൾ ഓതിക്കൊണ്ട് തുടങ്ങിയാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമ്മളത് നിർത്തില്ല. മുഅ്മിനീങ്ങളെ, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്തുൽ വാഖിയ നിങ്ങൾ ഓതി വരിക. അല്ലാഹു എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഒരുപാട് ഐശ്വര്യങ്ങൾ മന്നാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വിലപ്പെട്ട അറിവുകൾ ഞാനൊന്ന് ഉണർത്തിയെന്ന് മാത്രമാണ്. ഒരുപാട് പേര് ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല സകലത്തിലും അല്ലാഹു നിങ്ങൾക്ക് വിജയം നൽകുന്നതാണ്. അതുകൊണ്ട് സൂറത്തുൽ വാഖിയ നിങ്ങൾ മുറുകെ പിടിച്ചോ. റഹ്മാനായ റബ്ബ് ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. പടച്ചവനെ, ഈ പരിശുദ്ധ റമദാനിന്റെ മഹത്തായ ദിനങ്ങളിലാണ് റബ്ബേ ഞങ്ങളുള്ളത്. ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി തമ്പുരാനെ ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ നോറ്റ നോമ്പുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് റമദാനിയ ഭൂമിയിൽ ജീവിച്ചിരുന്ന നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക്, ഞങ്ങളെ മക്കൾക്ക്, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സഹായിക്കുന്നവർ എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. റബ്ബേ, സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകണേ അല്ലാഹ്. ഈ റമദാൻ ഞങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ മുഴുവൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. പടച്ചവരെ, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ പൊതിയണേ അല്ലാഹ്. ഞങ്ങളെ ബന്ധുമിത്രാദികൾ പലരും മരിച്ചുപോയേ റബ്ബേ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളുടെ മജ്ലിസിലുള്ളവർ, ഞങ്ങളുടെ വീഡിയോകളിൽ കാണുന്നവരുടെ ബന്ധുമിത്രാദികൾ പലരും മരണപ്പെട്ടു പോയേ അല്ലാഹ്. എല്ലാവർക്കും നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചവരെ, സകല രോഗങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എല്ലാ മക്കളും പടച്ചവരെ, ഞങ്ങളെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടിനും നാട്ടുകാർക്കും എല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. പടച്ചവരെ, കേസുകളിൽ നിന്ന്, കള്ളക്കേസുകളിൽ എല്ലാം ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവരെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരെയും ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم وبارك عليه.